രക്ഷാചരിത്രത്തിൻ്റെ നിർണായകമായ വഴിത്തിരിവായിരുന്നു ന്യായാധിപന്മാരുടെ കാലഘട്ടത്തിൽ നിന്ന് രാജവാഴ്ചയിലേക്കുള്ള പ്രവേശനം. ചരിത്രത്തിൻ്റെ ഈ നാൽക്കവലയിൽ വഴികാട്ടിയായി നിൽക്കുന്ന അതികായനാണ് ഒരേ സമയം ന്യായാധിപനും പുരോഹിതനും പ്രവാചകനും, സർവോപരി രാജാക്കന്മാരെ വാഴിക്കുകയും സിംഹാസനത്തിൽ നിന്ന് പിടിച്ചിറക്കുകയും ചെയ്യുന്ന മേധാവുമായ സാമുവേൽ. അദ്ദേഹത്തിൻ്റെ ജനനം മുതൽ ഇസ്രായേലിൻ്റെ മുഴുവൻ ന്യായാധിപനായി ജനത്തിന് നേതൃത്വം നൽകുന്നതുവരെയുള്ള ചരിത്രമാണ് സാമുവേലിൻ്റെ ഒന്നാം പുസ്തകത്തിൻ്റെ ആദ്യ ഭാഗത്ത് പ്രതിപാദിക്കുന്നത്. സാമുവേൽ വൃദ്ധനാവുകയും അദ്ദേഹത്തിൻ്റെ മക്കൾ ഉത്തമ നേതൃത്വ ഗുണമില്ലാത്ത സ്വാർത്ഥമതികൾ ആവുകയും ചെയ്തപ്പോൾ തങ്ങളെ നയിക്കാൻ ഒരു രാജാവ് വേണം എന്ന ജനത്തിൻ്റെ ആവശ്യം നിരസിക്കാൻ സാമുവേലിനായില്ല. കർത്താവ് നൽകിയ നിർദ്ദേശമനുസരിച്ച് സാമുവേൽ ഇസ്രായേൽ ജനത്തിന് സാവൂളിനെ രാജാവായി അഭിഷേകം ചെയ്തു കൊടുത്തു. അങ്ങനെ സാവൂൾ ഇസ്രായേലിൻ്റെ ആദ്യ രാജാവായി. ഫിലിസ്ത്യരുടെ മേൽ നേടിയ വിജയത്തിലൂടെ തൻ്റെ കഴിവ് സാവൂൾ തെളിയിക്കുകയും ചെയ്തു. എന്നാലും കർത്താവിൻ്റെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിച്ചില്ല എന്ന കുറ്റത്തിന് അയാളെ പുറന്തള്ളി സാമുവേൽ പകരം ദാവീദിനെ രാജാവായി അഭിഷേകം ചെയ്തു. ആടിനെ മേയിച്ചു നടന്ന ദാവീദിനെ സാമുവേൽ അഭിഷേകം ചെയ്യുന്നതും ഗോലിയാത്ത് എന്ന ഫിലിസ്തീയ മല്ലിനെ ദാവീദ് തോൽപ്പിക്കുന്നതും. ജനപ്രീതി ആർജിച്ച ദാവീദിനോട് സാവൂൾ അസൂയയോടെ വർത്തിക്കുന്നതും, ദാവീദിനെ അപായപ്പെടുത്താൻ സാവൂൾ പല പ്രാവശ്യം ശ്രമിക്കുന്നതും, എന്നാൽ കർത്താവിൽ ആശ്രയിച്ച് ദാവീദ് അതിൽ നിന്നെല്ലാം രക്ഷപ്പെടുന്നതും, ചെറിയ ഒരു കൂട്ടം അനുചരന്മാരുമൊത്ത് ദാവീദ് ഫിലിസ്ത്യരെ പലവട്ടം തോൽപ്പിക്കുന്നതുമെല്ലാം ഈ പുസ്തകത്തിൽ വിവരിക്കപ്പെട്ടിരിക്കുന്നു. തിരസ്കൃതനായെങ്കിലും സാവൂൾ ഏകദേശം 20 വർഷം ഇസ്രായേലിൻ്റെ രാജാവായിരുന്നു. പക്ഷെ പല കാരണങ്ങളാൽ കാര്യക്ഷമമായ നേതൃത്വം നൽകാനോ ഫിലിസ്ത്യരിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ സംരക്ഷിക്കാനോ സാവൂളിന് കഴിഞ്ഞില്ല. അവസാനം ഫിലിസ്ത്യരോടുള്ള പോരാട്ടത്തിൽ സാവൂളും മകൻ ജോനാഥനും ഗിൽബോവ കുന്നിൽ മരിച്ചു വീഴുന്ന വിവരണത്തോടെ സാമുവേലിൻ്റെ ഒന്നാം പുസ്തകം അവസാനിക്കുന്നു.